ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കേരള PSC നടത്തിയിരിക്കുന്ന 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട സയൻസ് ചോദ്യങ്ങളുടെ കണക്റ്റഡ് പോയിന്റുകളും സോഴ്സസും ആണ്. എല്ലാവരും വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് സിജി ബിജു എന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്നതും ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകൾ ഏത്? മൈക്രോ ഓർഗൻ, വിത്തുകോശം, സ്ഫിറോയിഡ്, ഓർഗനോയിഡ് എന്നൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അതായത് ഓർഗനോയിഡുകളും 3D പ്രിന്റിങ്ങും ഇത് 10th സ്റ്റാൻഡേർഡിൽ ഉള്ളതാണ്. 10th സ്റ്റാൻഡേർഡിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് വരുന്നതാണ്. ബയോളജിയിൽ ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിനകത്ത്. അപ്പൊ നന്നായിട്ട് അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കണം, ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്നതും ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ്. അതാണ് ഇവിടെ നമുക്കിപ്പം വന്നിരിക്കുന്നത്. കണ്ടോ? ഇനി ബാക്കി നമുക്ക് അടുത്ത പരീക്ഷ ഉള്ളവർക്കൂടെ പഠിച്ചു വെച്ചേക്കാം. രോഗങ്ങളെ പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഈ പറയുന്ന ഓർഗനോയിഡുകളൊക്കെ സഹായിക്കുന്നുണ്ട്. നിലവിൽ ദാതാക്കളുടെ കുറവ്, അണുബാധ, പുതിയ അവയവം നിരസിക്കാനുള്ള ശാരീരിക പ്രവണത എന്നിവ അവയവമാറ്റ ശസ്ത്രക്രിയയിലെ പ്രധാനപ്പെട്ട ചലഞ്ചസ് ആണ്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അവയവങ്ങളുടെ എന്തെന്ന് പറഞ്ഞത് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. 3D പ്രിന്റിംഗ്. അപ്പം ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ MRI അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ച് അവയവങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപരേഖകൾ വരയ്ക്കുന്നുണ്ട്. അതായത് MRI CT സ്കാൻ ഉപയോഗിച്ച് അവയവങ്ങളുടെ രൂപരേഖകൾ വരയ്ക്കുകയും ഇത് ഞങ്ങൾ സ്ക്രീൻ അങ്ങോട്ടൊന്ന് നീക്കി വെച്ചാണ് ഇതാണ് പ്രിന്റിങ് വരുന്നത്. ഈ രൂപരേഖകളും ബയോ ഇങ്കുകളും ജീവനുള്ള കോശങ്ങൾ, മറ്റു ജൈവ വസ്തുക്കൾ, വളർച്ചാ ഘടകങ്ങൾ മുതലായവ ഉൾപ്പെടുത്തുന്നത് 3D പ്രിന്ററിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓർത്തു വെച്ചേക്കാം, ഈ ബയോ ഇങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ നന്നായിട്ട് ഓർത്തു വെച്ചേക്കണം. അതായത് നമ്മൾ ഒരു CT സ്കാനോ MRI സ്കാനോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു അവയവത്തിന്റെ ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ സാധാരണ ഇങ്ക് ഒക്കെ വെച്ച് പറയുന്നത് പോലെ ഇവിടെ ബയോ ഇങ്കുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ജീവനുള്ള കോശങ്ങൾ, ബയോ ആയിട്ടുള്ള വസ്തുക്കൾ, അതിന്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് തുടങ്ങിയവ എല്ലാം കൂടെ ചേർന്നതിനെയാണ് ബയോ ഇങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങോട്ടേക്ക് മാറ്റുന്നു? ഒരു 3D പ്രിന്ററിലേക്ക് നൽകുന്നുണ്ട്. ബയോ ഇങ്കുകൾ ഉപയോഗിച്ച് 3D ബയോ പ്രിന്റർ അവയവ മാതൃകകൾ നിർമ്മിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് ഭാവിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വലിയ ചലനങ്ങൾക്ക് കാരണമാകുന്നത്. ഒന്നുകൂടെ പറയാം, ഈ ഓർഗനോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാബിൽ വളർത്തുന്നതും ചെറുതും 3D രൂപത്തിലുള്ളതും ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MRI ഉപയോഗിച്ചിട്ട് അതിന്റെ ഡിസൈൻസ് ഒക്കെ ശേഖരിച്ചിട്ട് ഇതിനകത്ത് ബയോ ഇങ്ക് ഉപയോഗിച്ചിട്ട് 3D പ്രിന്ററിലേക്ക് നൽകി ഈ അവയവ മാതൃകകൾ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാനും ദാതാക്കളുടെ കുറവ്, അണുബാധ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഒക്കെയാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എന്താണ്? രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്നതും ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകൾക്ക് പറയുന്ന പേരാണ് ഓർഗനോയിഡ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതും ഇതിനകത്ത് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മ അണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നുണ്ട്? അപ്പം മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മ അണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. അപ്പം ഇവിടെ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ്, ഇതും 10th സ്റ്റാൻഡേർഡിൽ സെയിം ചാപ്റ്റർ തന്നെയാണ്. രോഗനിർണയം, മരുന്ന് കണ്ടുപിടുത്തം, ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങിയ നിരവധി ജീവശാസ്ത്ര പഠന മേഖലകളിൽ AI പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് ബയോളജിക്കൽ ഡേറ്റ വിശകലനം ചെയ്യുന്ന നൂതനമായിട്ടുള്ള ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് ബയോ ഇൻഫർമാറ്റിക്സ്. അപ്പൊ ഈ ബയോ ഇൻഫർമാറ്റിക്സിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? അത് പറഞ്ഞേ, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിന്റെ ഉള്ള ബയോളജിക്കൽ ഡേറ്റ അനാലിസിസ് ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന 6 രീതിയിലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതായത് ഈ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ അതിനകത്ത് എന്താണ്? വലിയ രീതിയിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുകയും അതിന്റെ പെട്ടെന്നുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്.
അപ്പൊ ജനിതക വിവരങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് ലഘൂകരണമായിട്ടുള്ള കുറച്ച് തന്ത്രങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതാണ് ബയോ ഇൻഫോർമാറ്റിക്സ്, ഇൻഫോർമേഷൻ നൽകുന്നു. ദെൻ ജീനോം സീക്വൻസിങ്, അത് ഓർത്ത് വെച്ചേക്കണം, നെക്സ്റ്റ് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിന് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ജീനോം സീക്വൻസിങ്. നമ്മൾ ക്രിസ്പർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ജീൻ എഡിറ്റിംഗുമായി. അപ്പൊ ജീനോ സീക്വൻസിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജനിതകമായിട്ട് കുറച്ച് വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ, അതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഫോമാണ് ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞത്. ഇനി ഓരോ വ്യക്തിയുടെയും ജനിതക ഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്ത് അനുയോജ്യമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ ശുപാർശ ചെയ്യുന്നു ഈ ബയോ ഇൻഫോർമാറ്റിക്സ് മൂലമൊക്കെ. ഇനി രോഗനിർണയം, ചികിത്സയും പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിനും രാസവസ്തുക്കൾ ഫലപ്രാപ്തി പ്രവചിക്കുന്നതിനും അനുയോജ്യമായ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നതും ഒക്കെ ഇതുവരെ പറ്റുന്നുണ്ട്. കൃഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ബയോ ഇൻഫോർമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റുന്നുണ്ട്. മണ്ണിന്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നു, വിളകൾക്കുണ്ടാവുന്ന രോഗങ്ങൾ പ്രവചിക്കുന്നു, വായു ജല മലിനീകരണ നിലവാരം പ്രവചിക്കുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഓൾ ഇൻ ഓൾ ചേരുമ്പോഴാണ് ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ ഏതിന്റെ സബാണ്? ഈ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ സബാണ്. അപ്പൊ ജീനോ സീക്വൻസിങ്ങും ബയോ ഇൻഫോർമാറ്റിക്സും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം എന്തൊക്കെയാണ് പറയുന്നത് എന്നിട്ടുള്ളതാ. ഇനിയും അതുപോലെ തന്നെ വരുന്നതാണ് ഈ വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ. വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വന്യമൃഗങ്ങളുടെ വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ്. അപ്പൊ നമ്മൾ ക്യാമറ പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ദൂരസ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്തിട്ട് അവയെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു, അവയുടെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണ്, അപ്പൊ അങ്ങനെയുള്ളതാണ് വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ്. ഇനി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉപഗ്രഹ റിമോട്ട് സെൻസിങ് ഉണ്ടല്ലോ, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ഈ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. അപ്പൊ അവിടെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്ന് എടുത്തു പറയുവാണെങ്കിൽ ആൻസർ എന്താണ്? ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസേഴ്സ്. വന്യമൃഗങ്ങളെ ആണെങ്കിൽ അതിന്റെ ട്രാക്കിംഗ് സെന്റേഴ്സ് വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ് എന്ന് പറയുന്നു. ഇനി ബയോഡൈവേഴ്സിറ്റി റിലേറ്റ് ചെയ്ത ഈ റിമോട്ട് സെൻസിങ്ങും ശബ്ദ വിശകലനവും ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ആഗോള ജൈവ വൈവിധ്യ ഡേറ്റ സെൻസറുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപഗ്രഹ റിമോട്ട് സെൻസിങ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇനി ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞത് വളരെ താഴ്ന്ന താപനിലയിൽ, ഇത് പരീക്ഷയ്ക്ക് ഈയിടെ വന്നിട്ടുണ്ടായിരുന്നു, -196 വരെ, അതാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ക്രയോ പ്രിസർവേഷൻ. അങ്ങനെയുള്ള ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാലം സംഭരണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ഈ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്നു? -196 വരെയാണ് ഇതിനകത്ത് നമ്മൾ കോശങ്ങളെ ആയാലും കലകളെയൊക്കെ ആയാലും സംരക്ഷിക്കുന്നത്. ഇത് നമുക്ക് വൈദ്യശാസ്ത്രത്തിലും കൃഷിയിലും ഗവേഷണത്തിലും എല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു കണ്ടന്റ് ആണ്. ഇനി ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നതാണ് നമുക്കിപ്പോ പരീക്ഷയ്ക്കകത്ത് വന്നത്. മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. അതായത് മണ്ണിനെ വിഷത്തിനെ വിഷം കൊണ്ടെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്ന ജീവികളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഫിൽറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അതാണ് ബയോ റെമഡിയേഷൻ. അത് മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബയോ റെമഡിയേഷൻ. ഇനി ഭാഗ്യലക്ഷ്മി എന്നത് ഏത് സസ്യത്തിന്റെ സങ്കര ഇനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി എന്നത് പയറുമായി ബന്ധപ്പെട്ടാണ്. അത് ഓൾഡ് ടെസ്റ്റിനകത്തും ഉണ്ട്. ഇനി പുതിയ ടെസ്റ്റിനകത്തും എന്തുണ്ട്? ജ്യോതിക ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് പയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പവിത്ര അന്നപൂർണ നെല്ല്, ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര തെങ്ങ്, സൽകീർത്തി കിരൺ വെണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
ഇനി വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ, അതിൽ ലൈക്കനുകൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കൂടുതലും SCERT സയൻസ് വന്നിരിക്കുന്നത്, സയൻസ് ഓറിയന്റഡ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് പുതിയ SCERTയിൽ നിന്നും. GK കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്ത് വന്നിരിക്കുന്നത് +1 +2 NCERTയിൽ നിന്നാണ്. പ്രത്യേകിച്ചും ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ, ഹിസ്റ്ററി അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? പിന്നെ +1 +2. അപ്പൊ നിങ്ങൾ അടുത്ത ലെവൽ പരീക്ഷ ഉള്ളവർ അതുകൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കേണ്ടതാണ്. ലൈക്കനുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചില ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ് ആൽഫ അല്ലെങ്കിൽ ഫംഗസ് സൈനോ ബാക്ടീരിയ ചേർന്നുള്ള ഒരു സഹജീവനമാണ് ഈ ലൈക്കൻ എന്ന് പറഞ്ഞത്. പിന്നെ ഈ +1 +2 ടെക്സ്റ്റിനകത്ത് എന്തു പറയുന്നുണ്ട്? ഇതൊരു പിന്നെ പ്രകൃതിദത്ത സൂചകമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, മലിനീകരണവുമായി ബന്ധപ്പെട്ട് വായു മലിനീകരണം അളക്കാൻ വേണ്ടിയിട്ടൊരു പ്രകൃതിദത്ത സൂചകമാണ് ലൈക്കനുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് പുതിയ SCERTക്കകത്തുള്ള ലൈക്കന്റെ പോയിന്റൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ ഫംഗസുകൾക്കുള്ളിൽ വസിക്കുമ്പോൾ ആണ് എന്തുണ്ടാവുന്നത്? ലൈക്കനുകൾ. ലൈക്കനുകൾ എന്തിന് ഉദാഹരണമാണ്? സഹജീവനം. അതായത് ഒന്നുകിൽ ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സൈനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനം ആണ്. ഓക്കെ, ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ, ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷണവും ഘടനയും നൽകുമ്പോൾ ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ എന്ത് ചെയ്യുന്നുണ്ടോ? പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വാസസ്ഥാനമാണ് ആര് നൽകുന്നത്? ഈ ഫംഗസ് കൊടുക്കുന്നത്. ഫംഗസിനകത്താണ് ആര് വസിക്കുന്നത്? ഈ ആൽഗ ആയാലും ബാക്ടീരിയ ആയാലും വസിക്കുന്നത്. സൈനോ ബാക്ടീരിയ ഒക്കെ ഇതിനൊരു എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത്, മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്തുന്നുണ്ട്. ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ കൃത്രിമ പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ, ഇപ്പൊ എന്താണ്, ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും, ഒരേ കാറ്റഗറി ആയിരിക്കും. ഇപ്പൊ മാവാണെങ്കിൽ മാവ് തന്നെ ആയിരിക്കും, പക്ഷെ വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതായിരിക്കും. രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് വർഗസങ്കരണം. അപ്പൊ അവിടെ നടത്തുന്നത് എന്താണ്? കൃത്രിമ പരാഗണം. അപ്പം കൃത്രിമ പരാഗണം നടത്തി കഴിഞ്ഞാൽ നല്ല ഇനം ഹൈബ്രിഡ് ഇനത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാണല്ലോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകം എന്ന് പറഞ്ഞത് എവിടെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എവിടെയാണ് പെൺപൂവിന്റെ ഈ പരാഗരേണുക്കൾ പതിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പോയിന്റ് എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നോക്കാം. ഈ പൂക്കളിൽ പരാഗണം നടക്കണമെങ്കിൽ പരാഗരേണു വീഴേണ്ടത് ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന പോർഷനകത്താണ്. ഏത് പോർഷനകത്താണ്? പെൺപൂവിന്റെ സ്റ്റിഗ്മ എന്ന് പറയുന്ന പോർഷനകത്താണ്. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഈ പിസ്റ്റിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? അതാണ് ഒരു പുഷ്പത്തിന്റെ, ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ പാർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് സ്റ്റിഗ്മ, രണ്ടാമത്തെ പോർഷനാണ് സ്റ്റൈല് ആൻഡ് ഓവറി. ഇപ്പൊ ഈ മൂന്ന് പോർഷൻസ് കൂടെ ചേരുമ്പോഴാണ് ഒരു ഫീമെയിൽ പാർട്ട് ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം വന്ന് പഠിക്കേണ്ടത് എവിടെയാണ്? സ്റ്റിഗ്മയിലാണ്. ദെൻ അങ്ങോട്ട് മൂവ് ചെയ്ത് സ്റ്റൈല്, ദെൻ ഓവറി. ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം പൂക്കളിൽ പരാഗണം നടക്കണമെങ്കിൽ പരാഗരേണുക്കൾ വീഴേണ്ടത് പെൺപൂവിന്റെ എവിടെയാണ്? ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന പോർഷനകത്താണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തുവാ വന്നിരുന്നത്? ഫിലമെന്റ് എന്നാണ് വന്നിരുന്നത്. അപ്പൊ ആ ഫിലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എവിടെയാണെന്ന് നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് സ്റ്റാമൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? നമ്മളുടെ മെയിൽ പാർട്സ് ആണ്. ആ പൂവിന്റെ തന്നെ ആൺ പോർഷൻ ആണ്. നമ്മള് കേസരി എന്നൊക്കെ പറയത്തില്ലേ, ജനിബൂഡം എന്നൊക്കെ മലയാളത്തിൽ പറയത്തില്ല. ജനിബൂഡം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട, മറ്റേത് കേസര എന്നൊക്കെ പറയുന്ന സംഭവം എന്താണ്?
പിന്നെ എന്താണ് ഒരു മെയിൽ പാർട്സ് ഓഫ് എ ഫ്ലവർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് പറയേണ്ടത് ഈ ആന്തറും ഫിലമെന്റും ആരുമായി ബന്ധപ്പെട്ടതാണ്? പിന്നെ പുരുഷ ലൈംഗിക അവയവം ഓഫ് എ ഫ്ലവർ ആണെന്ന് പഠിച്ചു വെക്കണം. കാര്യം ഈ ചോദ്യം ഇത്രയും ഡീപ്പ് ലെവലിൽ വന്ന സ്ഥിതിക്ക് നമ്മൾക്കത് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ എവിടെ പതിക്കുമ്പോഴാണ്? സ്റ്റിഗ്മയിൽ പതിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? മികച്ച ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഫീമെയിൽ പാർട്സ് എന്തൊക്കെ വരും? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഇപ്പൊ ഫിലമെന്റ് നമ്മൾ ഇവിടെ പറഞ്ഞു, ഫിലമെന്റ് ആരുമായി ബന്ധപ്പെട്ടാണ്? മെയിൽ പാർട്സ് ആണ്. ഇനി ആന്തർ എന്ന് പറഞ്ഞിരിക്കുന്നതും ഏത് പാർട്സ് തന്നെയാണ്? പിന്നെ മെയിൽ പാർട്സ് തന്നെയാണ്. ഇപ്പൊ ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ഉള്ള ആ ഒരു പരാഗരേണു ഒക്കെ ഉള്ള ആന്തർ, ഫിലമെന്റ്, അത് രണ്ടും മെയിൽ പാർട്സ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് തെറ്റിയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഫീമെയിൽ പാർട്സ് ഓഫ് എ ഫ്ലവർ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി എന്നാണ്. സ്റ്റാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൽ പാർട്സ് ആണ്. അവിടെ ആന്തറും ഫിലമെന്റുമാണ് വരുന്നത്. ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫിലമെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ തെറ്റിയത്. എ എന്നുള്ളത് ശരിയാണ്, ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. റീസൺ എവിടെ വീഴണമായിരുന്നു? സ്റ്റിഗ്മയിൽ വീഴുവാണെങ്കിലാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇവിടെ കൃത്രിമ പരാഗണം എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ പരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ എന്ത് ചെയ്യുന്നുണ്ടോ? കേസരങ്ങൾ മുറിച്ചു മാറ്റും. പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ ആ കേസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മുറിച്ചു മാറ്റപ്പെടും. സോ പരാഗണം തടയാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് പരാഗണം തടഞ്ഞ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പോളിനേഷൻ നടത്തണമെങ്കിൽ ആദ്യമേ ആരെ മുറിച്ചു മാറ്റുന്നു? കേസരങ്ങളെ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? പൂവ് പൊതിഞ്ഞു കെട്ടുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഈ ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നുണ്ട്. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കിട്ടുന്നു. ഇങ്ങനെയാണ് നോർമലി എന്ത് സംഭവിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ആയിട്ട് പരാഗണം നടത്തി കൊടുക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? കേസരങ്ങൾ, കൃത്രിമ പരാഗണം നടത്തുന്ന പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുത്തുന്നുണ്ട്. വേറെ പരാഗരേണുക്കളൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങൾ പൂവിൽ നിന്നും പരാഗരേണുക്കൾ ബ്രഷുകൾ ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിച്ച് വീണ്ടും അത് കെട്ടിവെക്കുന്നു. ഇതാണ് നോർമലി ആർട്ടിഫിഷ്യൽ ആയിട്ട് പോളിനേഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത്. ഈ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഓൾഡ് ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പം നമ്മൾ ഓൾഡ് ടെക്സ്റ്റ് കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നല്ലോ, സെക്കൻഡ് സ്റ്റേജിൽ വന്നിരിക്കുന്നത്. അതായത് ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള പരീക്ഷ ക്വസ്റ്റ്യനെ ക്യാൻസൽ ചെയ്തിട്ടില്ലേ? അപ്പൊ ആ പരീക്ഷയ്ക്കകത്തും എന്തുണ്ട്? ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. സോ ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടോപ്പിക്കിന് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതാണ്. പിന്നെ ഇപ്പൊ പോളിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയ്ക്കകത്ത്. സോ അതും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഠിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി പഠിക്കുക. ഇവിടെ പ്രിലിംസ് പരീക്ഷ ആണെങ്കിൽ പോലും ഇത് മെയിൻസിനേക്കാൾ നല്ല കാഠിന്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായിട്ടുള്ള കുഴലുകളാണ് സിരകൾ. കട്ടി കുറഞ്ഞ ഭിത്തി ഉള്ളതും വാൽവുകൾ, ഇതെല്ലാം കൂടെ വായിച്ചാൽ കൺഫ്യൂഷൻ ആവും. ഞാൻ ഇത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റിലേക്ക് നോക്കാവുന്നതായിരിക്കും സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ അതായത് ഇപ്പൊ ഇതൊരു ഹൃദയമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഹൃദയത്തിലേക്ക് വരുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് സിരകൾ എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അശുദ്ധ രക്തം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് ഹൃദയത്തിൽ നിന്ന് വരത്തില്ലേ, അതിന് പറയുന്ന പേരാണ് ധമനി. ഇപ്പൊ നമ്മൾ ഒരു കയറ്റം കയറി പോവുകയാണെങ്കിൽ വണ്ടി വളരെ സ്പീഡ് കുറച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അതേ രീതിയിൽ തന്നെ ആർക്ക് പോകാൻ പറ്റത്തുള്ളൂ? സിരയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതിന് സ്പീഡും കുറവായിരിക്കും, പ്രഷറും കുറവായിരിക്കും. ഇനി തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പിന്നെ ബ്ലഡ് വഹിച്ചോണ്ട് വരുന്ന സംഭവം ഹൃദയത്തിൽ നിന്ന് വേറെ ഇതിലേക്ക് പോകുന്ന ടൈമിൽ ധമനികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല സ്പീഡിലായിരിക്കും, അതുപോലെ തന്നെ പ്രഷർ കൂടിയതും ആയിരിക്കും. അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് മതി? ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തോ ഉണ്ടായിരിക്കും? വാൽവുകളും ഉണ്ടായിരിക്കും. അപ്പൊ സ്പീഡ്
കുറവും പ്രഷർ കുറവുമായിരിക്കും. വാൽവുകളും കാണപ്പെടുന്നുണ്ട്. പിന്നെ അതാണ് സിരകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് രക്തം വഹിച്ചുകൊണ്ട് പോകുന്നു. ഹൃദയത്തിൽ നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ധമനി എന്നാണ് വരേണ്ടത്. അതിന് നല്ല സ്പീഡും പ്രഷറും ഉണ്ടായിരിക്കും. ദെൻ എന്തായിരിക്കും? കട്ടി കൂടിയതും ഇലാസ്തികതവുമായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും ഈ ഹൃദയത്തിൽ നിന്നുള്ളതിന് വരുന്നത്. ഇനിയും സിരയും ധമനിയും കൂടെ ചേർന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പോർഷൻ ആണ് ഏത്? ലോമികകൾ എന്ന് പറയുന്ന സംഭവം. അതും ഈ സിരയെ പോലെ സ്പീഡ് കുറഞ്ഞതും പ്രഷർ കുറഞ്ഞതും ഒക്കെ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഒറ്റ നിര കോശങ്ങൾ എന്ന കാര്യത്തോട് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. എന്താണ്? ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല ഇവിടെ എന്തുണ്ട്? സുഷിരങ്ങളുണ്ട്, വാൽവുകൾ കാണപ്പെടുന്നില്ല. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു സിര, ഹൃദയത്തിൽ നിന്നും വരുന്നു ധമനി. സ്പീഡ് കൂടുതൽ ആർക്ക് മാത്രമേ ഉള്ളൂ? ധമനിക്ക് മാത്രമേ ഉള്ളൂ. പ്രഷർ കൂടുതലും ധമനിക്ക് മാത്രമേ ഉള്ളൂ. ഇനിയും സിരയുടെയും ധമനിയുടെയും കോമൺ ആണ്, അല്ലെങ്കിൽ രണ്ടുകൂടെ ചേരുന്നതാണ് ലോമിക എന്ന് പറയുന്നത്. അവിടെ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും, വാൽവുകളില്ല. വാൽവുകൾ ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? സിരയ്ക്ക് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഓരോ ഓപ്ഷൻ ആയിട്ട്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ഏതെന്ന് പറയുന്നത്? ധമനികൾ. ശരിയാണോ? കട്ടി കൂടിയ ഭിത്തി ഉണ്ടായിരിക്കും, ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ. ദെൻ ഒറ്റ നിര കോശങ്ങൾ മാത്രം ആർക്കേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ? ലോമികകൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒറ്റ നിര കോശങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ സിരകൾ അവിടെ തെറ്റാണ്. ഇനി ലോമികകൾ കട്ടി കുറഞ്ഞ ഭിത്തിയും വാൽവുകൾ കാണപ്പെടുന്നത് ആർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു? സിരകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വരെ വായിക്കുമ്പോഴത്തേക്കും എന്താണ്? ലോമികകൾ തെറ്റാണ്. അപ്പൊ ഇവിടെ ഓപ്ഷനകത്ത് നമുക്കിനി അറിയത്തില്ലെങ്കിൽ പോലും കണക്ട് ചെയ്യാം. ഏത്? ഓപ്ഷൻ ഡി. കാരണം എല്ലാത്തിനും രണ്ടെണ്ണം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എയും ഡിയുമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ മനസ്സിലാക്കണം നിങ്ങൾ, സിരകൾ എന്താണ്, ധമനി എന്താണ്, ലോമികകൾ എന്താണ്, വളരെ പെർഫെക്റ്റ്ലി പഠിച്ചു വെക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു സിര. ധമനികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കട്ടി കുറവായിരിക്കും. വാൽവുകളുണ്ട്, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ആർട്ടറി അഥവാ ധമനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും വരുന്നു. ഇലാസ്തികതയുണ്ട്, കനമുണ്ട്, ഉയർന്ന വേഗതയിലും മർദ്ദത്തിലുമാണ് വരുന്നത്. ലോമികകളാണെങ്കിൽ എന്ത് പറയും? രണ്ടുകൂടെ കണക്ട് ചെയ്യുന്നു. ഒറ്റ നിര കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ലോമികകൾ. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട്, വാൽവുകൾ കാണപ്പെടുന്നില്ല, കുറഞ്ഞ വേഗതയും മർദ്ദത്തിലാണ്. അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മൾക്ക് ഇതാണ് പുതിയ ടെക്സ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ധമനികൾ. അങ്ങനെ മേ ബി ചോദിക്കാം, ഓക്സിജൻ അടങ്ങിയ രക്തം കൊണ്ടുവരുന്നു ധമനികൾ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു ആര്? സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ പുതിയ ടെക്സ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എവിടുന്ന? പഴയ ടെക്സ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇനി പോർട്ടൽ സിര പുതിയ ടെക്സ്റ്റിനകത്തും ഉണ്ട്, പഴയതിനകത്തും ഉണ്ട്. അതായത് ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നതെയാണ് ഏതെന്ന് പറഞ്ഞത്? പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞത്. അതായത് ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളിലെ കരളിലേക്ക് എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അതായത് ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ഉണ്ടല്ലോ, അവയെ എന്തിലേക്ക് കൊടുക്കുന്നു? കരളിലേക്ക്. അപ്പൊ അത് ഏത് സിസ്റ്റമാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പൊ ഇവിടെ കാണിച്ചു തരാം. അതായത് നമ്മളുടെ ബ്ലഡിനകത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റിൽ ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? പോഷക ഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയയിലൂടെ ചെറു ലിംബുവാഹികളിലേക്ക് പോകുന്നു. ചെറു ലിംബുവാഹികളിൽ നിന്ന് വലിയ ലിംബുവാഹികളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഈ പറയുന്ന രണ്ട് സിരകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ പോഷക ഘടകങ്ങൾ, ചെറുകുടലിലെ പോർഷൻസ് ആണ് വില്ലസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് ഏത് സിര വഴിയിട്ട്? പോർട്ടൽ സിര വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? കരളിലേക്ക്. അപ്പൊ ചെറുകുടലിൽ നിന്ന് വില്ലസിലെ രക്തലോമികകളിൽ നിന്നും പോർട്ടൽ സിര വഴി ആര്? ഈ പോഷക ഘടകങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? കരളിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? പോർട്ടൽ സിര എന്ന് പറഞ്ഞിരിക്കുന്നത്. പോർട്ട് ടു പോർട്ട്, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നതാണ്. നേരിട്ട് ഹൃദയത്തിലേക്ക് പോവാതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് പോകുന്നതാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണർവിനെയും സ്വാധീനിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ LDC പരീക്ഷയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി, മെലാറ്റോണിൻ ആണ് വരുന്നത്.
അതും പുതിയ ടെക്സ്റ്റിനകത്തുണ്ട്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാറ്റോണിന്റെ ഉൽപാദനം കൂടുന്നത് രാത്രിയിലാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രഭാതമാവുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നു. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിന്റെ ഉൽപാദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. രാത്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇവ കുടിക്കരുത്. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം എന്നിവ ഉറക്കയില്ലായ്മയുടെ ഫലമായിട്ട് ഉണ്ടാകാവുന്നതാണ്. ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് ഹോർമോണിനെ കുറിച്ചാണ്? ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും ബാധിക്കുന്നത് മെലാറ്റോണിൻ്റെതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പുതിയ SCRT-യുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ഇയറോളം നീണ്ടു നിൽക്കുന്നതാണ് ഒരു കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ SCRT നിങ്ങൾക്ക് അറിയാം, പഠിച്ചാലും നമ്മുടെ തലയിൽ നിൽക്കാത്തതാണ്. സോ MCQs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതാണ് ഓരോ ക്ലാസ്സിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലൈവ് സെഷൻസ് ആയിട്ടാണ് വരുന്നത്. ലൈവ് കാണാൻ പറ്റുന്നവർക്ക് റെക്കോർഡും അതിന്റെ PDF-ഉം അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇത്രയൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓഫർ പ്രൈസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCRT ഇനി വരുന്ന എക്സാംസിനെല്ലാം നമ്മൾ നോക്കി വെച്ചിരിക്കണം എന്നിട്ടുള്ള ഒരു സൂചനയാണ്. മറ്റേ എക്സാംസിനകത്തൊക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു എക്സാമിനകത്താണ് കുറച്ചുകൂടെ സയൻസിന് പ്രയോറിറ്റൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.